ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 5 കീഗൽ വർക്കൗട്ടുകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, ഈ കീഗൽ വർക്കൗട്ടുകളെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സെക്ഷൽ പവറിനെയൊക്കെ വർദ്ധിപ്പിക്കാൻ, എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം ഈ ഉദാഹരണ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കുവാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പം ഈ വ്യായാമങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇത് 1-2 ദിവസം ചെയ്തു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്ന വ്യായാമങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ഇതിനായിട്ട് ചിലവഴിക്കാം. നിങ്ങൾക്ക് ഈവനിങ്ങോ അല്ലെങ്കിൽ രാവിലെയോ ഇതിനായിട്ട് ചിലവഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല പ്രയോജനങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ പഠിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് വർക്കൗട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധാപൂർവം ചെയ്യേണ്ട വ്യായാമങ്ങളാണ്. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങളൊരു 15 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കാവുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ, ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഭിത്തിയോട് ചേർന്ന് ഇതേ ഒരു പൊസിഷനിൽ നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ ചേർത്ത് വെച്ച് ഞാൻ ഇരിക്കുന്ന കണക്ക് നിങ്ങൾ ഇരിക്കുക. നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കാൽമുട്ടുകൾ ഇതേ കണക്ക് പതുക്കെ ഉയർത്തുകയും താക്കുകയും ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വ്യായാമമാണ്. നമ്മുടെ പെൽവിക് ഭാഗത്തോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണിത്. ഓക്കെ, നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, നിങ്ങളുടെ ആ ഒരു ഭാഗത്തോട്ടുള്ള ആ ഒരു പ്രഷറൊക്കെ നിങ്ങൾക്ക് നല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇതേ കണക്കിരുന്ന് ഒരു 25 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാവുന്നതാണ്. ഓക്കെ, വളരെ സാവധാനത്തിൽ നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ബോഡി നല്ല സ്ട്രെയിറ്റായിട്ട് ഭിത്തിയോട് ചേർന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കൗട്ട് നമ്മുടെ യോഗയിലൊക്കെ ചെയ്യുന്ന ഒരു ആസന രീതിയാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു വ്യായാമ രീതി കൂടിയാണിത്. ഓക്കെ, നമുക്ക് ആദ്യമൊക്കെ ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും ഈ വ്യായാമം, പക്ഷേ നിങ്ങൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യായാമമാണ്. അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ ഇരിക്കുന്ന കണക്ക് വേണ്ട ഒരു പില്ലോ എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് കാലിൻ്റെ മുട്ടിൽ ഇതേ കണക്കിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം, ഇതേ കണക്കിരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങൾ ബാക്കിലോട്ട് വരിക. ഓക്കെ, അതിനുശേഷം ഫ്രണ്ടിലോട്ട് ഇതേപോലെ ഇരിക്കുക. നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൽ ഫോഴ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുകളിലോട്ട് ഉയരുക. ഇതേപോലെ കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ഈ വർക്കൗട്ടും നിങ്ങൾക്കൊരു 25 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം. ഇതും നിങ്ങളുടെ ഒരു ഹാംസ്ട്രിങ് ഭാഗത്തോട്ടൊക്കെയുള്ള, നിങ്ങളുടെ തൈ ഭാഗത്തോട്ടുള്ള, നിങ്ങളുടെ പെൽവിക് ഭാഗത്തോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. ഓക്കെ, നല്ല 5 കീഗൽ വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള കീഗൽ എക്സസൈസുകൾ. ഓക്കെ, മിക്കവാറും പുരുഷന്മാർക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഉദ്ധാരണ പ്രശ്നങ്ങൾ. അപ്പം ഈ ഉദ്ധാരണ പ്രശ്നങ്ങളെയൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഒരു 25 പ്രാവശ്യം ആവർത്തിക്കാം. വളരെ സാവധാനത്തിൽ നിങ്ങൾ മൂവ് ചെയ്താൽ മതിയാവും. നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്ത് നമ്മുടെ പെൽവിക് ഭാഗത്തോട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിങ്ങൾ ഈ വർക്കൗട്ടുകൾ ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ട് നമുക്ക് ഫ്ലോറിൽ കിടന്നുകൊണ്ടുള്ള വർക്കൗട്ടാണ്. ഇതേ കണക്ക് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങൾ ഇതേപോലെ അടുപ്പിച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഹിപ്പ് ഭാഗം അത് കണക്ക് ഒരല്പം ഒന്ന് ഉയർത്തി കൊടുക്കുക, നിങ്ങളുടെ ലോവർ ബാക്ക്. അതിനുശേഷം നിങ്ങൾക്ക് ഇതേ കണക്ക് ഈ വ്യായാമം ചെയ്യാം. പതുക്കെ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. കണ്ടില്ലേ? ഇത്ര മാത്രം. ഇതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പെൽവിക് ഫ്ലോർ വർക്കൗട്ടാണ്. കണ്ടില്ലേ? ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ ഹാംസ്ട്രിങ് ഭാഗത്തൊക്കെ നല്ല ഒരു പ്രഷറായിരിക്കും ഈ ഒരു വർക്കൗട്ട് മൂലം കിട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ലോവർ ബാക്കിനും നല്ല ഒരു വ്യായാമമാണിത്. നിങ്ങൾക്ക് ഒരു 25 പ്രാവശ്യം ഈ ഒരു വ്യായാമം ആവർത്തിക്കാം.
നിങ്ങളെല്ലാ വർക്കൗട്ടുകളും ഒരു 25 പ്രാവശ്യം വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നിങ്ങൾ ഉയരുകയൊന്നും വേണ്ട, ഈ ഒരു പൊസിഷനിൽ മാത്രം മതിയാവും. ഓക്കെ, ഇതേ കണക്ക് ചെയ്യുക. ഇതേപോലെ പാദങ്ങൾ അടുപ്പിച്ച് വെച്ച് നിങ്ങളുടെ കാൽമുട്ടുകൾ പതുക്കെ ഇതേ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ 3ാമത്തെ വർക്കൗട്ട്. ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല, പക്ഷേ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുകളിലോട്ട് ഉയർത്തുക, ഞാൻ ഈ ചെയ്യുന്ന പോലെ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ ഹിപ്പ് ഭാഗം പതുക്കെ ഉയർത്തുക. അതിനുശേഷം ഇതേപോലെ കാല് ഉയർത്തുക, ഹിപ്പ് ഭാഗം ഉയർത്തുക, പതുക്കെ താഴോട്ട് വരിക. 3, സാവധാനം താഴോട്ട്. 4, നിങ്ങളുടെ ഒരു കാല് ഈ ഒരു രീതിയിലായിരിക്കണം ഉള്ളത്. ഓക്കെ, ഇതും നിങ്ങൾ ഹാംസ്ട്രിങ് മസിലിനെ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ലോവർ ബാക്കിനെ ശക്തിപ്പെടുത്താനും അതേ കണക്ക് തന്നെ നിങ്ങളുടെ പെൽവിക് മസിൽസിനെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന വ്യായാമമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാലിൽ ഒരു 15 പ്രാവശ്യമെങ്കിലും ചെയ്യാവുന്നതാണ്. ഒരു 15 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത കാല് അതേ കണക്ക് ഫ്ലോറിൽ ഇതേ കണക്ക് വെക്കാം. അതിനുശേഷം മറുകാല് ഇതേ കണക്ക് ഉയർത്തുക ചെറുതായിട്ട്. അതിനുശേഷം ഇതേപോലെ നിങ്ങൾ ആവർത്തിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 4ാമത്തെ കീഗൽ എക്സസൈസ്. നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ട് രീതികളാണ് ഇതെല്ലാം തന്നെ. ഓക്കെ, അതിന് പ്രായഭേദമില്ല. കാരണം 20 വയസ്സുള്ളവർക്കും ചെയ്യാം, 45 വയസ്സുള്ളവർക്കും ചെയ്യാം, 60 വയസ്സുള്ളവർക്കും ചെയ്യാം. ആർക്കും ബെനിഫിറ്റ് കിട്ടുന്ന വർക്കൗട്ടുകളാണ് ഇതെല്ലാം തന്നെ. അപ്പം അടുത്ത കാലിലും നിങ്ങൾ ഒരു 15 പ്രാവശ്യം ആവർത്തിക്കുക. സ്ലോ മൂവ്മെൻറ്റ്സ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങളുടെ പെൽവിക് മസിലിലോട്ട് മാക്സിമം കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് നമ്മൾ ഇതേ കണക്ക് ഫ്ലോറിൽ കിടന്നിട്ട് നിങ്ങളുടെ 2 കാലുകളും ഇതേപോലെ വെക്കുക. അതിനുശേഷം പതുക്കെ ഉയരുക. കണ്ടില്ലേ, നിങ്ങളുടെ ലോവർ ബാക്ക് ഭാഗം, നിങ്ങളുടെ ഹിപ്പ് ഭാഗം പതുക്കെ ഉയർത്തി കൊടുക്കുക. ഇതേപോലെ ഇത്ര മാത്രം ഉയർന്നാൽ മതിയാവും. വളരെ സ്ലോവിലുള്ള മൂവ്മെൻറ്റ്സ്, കോൺസെൻട്രേഷൻ. അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ വർക്കൗട്ട്. ഇതും നിങ്ങൾക്ക് ഒരു 25 പ്രാവശ്യം നിങ്ങൾക്ക് ആവർത്തിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണെങ്കിലും വളരെ പ്രയോജനകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ഇപ്പം മിക്കവാറും പുരുഷന്മാരിലും അത് പ്രായഭേദമന്യേ ഇല്ലാതെ കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണ പ്രശ്നങ്ങൾ, ലൈംഗിക പ്രശ്നങ്ങൾ. അപ്പം ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ മറികടക്കാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ് ഞാൻ ഈ കാണിച്ചു തന്നതെല്ലാം. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും.